ഇനി ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. തങ്കയങ്കിയും വഹിച്ചുള്ള രഥയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തും. ഇന്നലെയും 1,00,000-ലധികം ആളുകൾ ദർശനം നടത്തിയെന്നാണ് ഔദ്യോഗികമായ കണക്ക്. നാളെ മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നിലയ്ക്കലിലും പമ്പയിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന രാഹുൽ സുരേഷ്, എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശബരിമല സന്നിധാനത്തേക്ക് രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ, ശബരിമലയിൽ ഇന്ന് വല്ലാത്ത തിരക്കാണെന്ന് മനസ്സിലായി. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് ഇന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും മിനിങ്ങാന്നും നമ്മൾ കണ്ടത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിൽ ഇന്നും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെയാണ് മണ്ഡലപൂജ. ഇന്ന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തും. അതിനുശേഷം വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെയും 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 പിന്നിട്ടിരുന്നു. ഇന്നലെ 1,307 പേരാണ് ദർശനം നടത്തിയത്. മിനിങ്ങാന്ന് 1,969 പേരും ദർശനം നടത്തിയിരുന്നു. അതുകൊണ്ട് മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ വലിയ അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ 25,000-ലധികം ആളുകൾ 18-ാം പടി ചവിട്ടി ദർശനം നടത്തി കഴിഞ്ഞു. ഓരോ മണിക്കൂറിലും 4,000-ലധികം ആളുകൾ പടി കയറി ദർശനം നടത്തുന്നുണ്ട്. ഇപ്പോഴും നീണ്ട നിര അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരുടെ നീണ്ട നിര നിലവിൽ ശബരിപീഠം വരെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അത് അപ്പാച്ചിമേട് വരെ ഉണ്ടായിരുന്നു. അത് കൃത്യമായ നിയന്ത്രണങ്ങൾക്കൊടുവിൽ ആ ക്യൂ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ നീളം ആ ക്യൂ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് 5:15 തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നത്. ഉച്ചയോടുകൂടി പമ്പയിലെത്തുന്ന തങ്കയങ്കി അല്പനേരം വിശ്രമിച്ച ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പുറപ്പെടുക. ദേവസ്വം ജീവനക്കാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ തങ്കയങ്കിക്ക് മരക്കൂട്ടത്ത് വെച്ച് സ്വീകരണം നൽകും. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. വൈകിട്ട് 6:30-ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. അതിന്റെ ഭാഗമായി ചില ക്രമീകരണങ്ങൾ കൂടി ഇന്ന് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നട തുറക്കുക. അതിനുശേഷം 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ. നാളെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. അതോടെ നാളത്തെ കർമ്മങ്ങളോടുകൂടി ഈ ഒരു മണ്ഡലകാലത്തിൽ അവസാനം കുറിക്കുകയാണ് SKN. അതോടൊപ്പം ഈ മണ്ഡലപൂജയുടെ ഭാഗമായി ഇന്ന് ചില ക്രമീകരണങ്ങൾ പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഒരു വാഹനങ്ങൾ പോലും പമ്പയിലേക്ക് കടത്തിവിടുകില്ല. അതിനുശേഷം പമ്പയിൽ നിന്നും 1 മണിക്ക് ശേഷവും സന്നിധാനത്തേക്കും ഒരു തീർത്ഥാടകനെ പോലും കടത്തിവിടില്ല എന്നാണ് ദേവസ്വം ജീവനക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ക്രമീകരണങ്ങൾ ഇന്നും ഉണ്ടാകാനുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വിവിധയിടങ്ങളിൽ, അതായത് വിവിധയിടങ്ങളിൽ ഭക്തർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് കൃത്യമായ ആളുകളെ നിയന്ത്രിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് കൃത്യമായി വെർച്വൽ ക്യൂവിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 64,000 ആളുകളാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂവും ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ സന്നിധാനത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം ആളുകൾ ഇപ്പോഴും തീർത്ഥാടനം നടത്താനായി ഇവിടെ ക്യൂ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പോലീസ് പറയുന്നത് നിലവിൽ നിയന്ത്രണ വിധേയമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇന്ന് 9 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത് ഈ മണ്ഡലകാലത്തെ വരുമാനം സംബന്ധിച്ച് 9 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കും. നേരത്തെ 26 ദിവസത്തെ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കാര്യമായൊരു വരുമാനത്തിലെ ചോർച്ച ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഇന്നത്തെ പ്രസ് മീറ്റ് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ശബരിമല സന്നിധാനത്ത് നിന്നാണ് സുരേഷ് ചേർന്നു. വല്ലാത്ത അഭൂതപൂർവമായ തിരക്ക് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഒക്കെ അനുഭവപ്പെടുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി എരുമേലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഇത്തവണയും ശബരിമലയിലുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും എരുമേലിയിൽ ഇന്നൊരു അല്പം ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു പക്ഷേ ഇന്നലത്തെ നമ്മൾ കണ്ടതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എരുമേലിയിൽ അലങ്ങേറി. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ ഭക്തരുടെ തിരക്കാണ്. അതേ തുടർന്ന് പോലീസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ വന്നപ്പോൾ റോഡ് ഉപരോധിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു.
എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ അല്പം ആശ്വാസമുണ്ട്. അതിനുള്ള കാരണം നേരത്തെ രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചില നിയന്ത്രണങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ തങ്കയങ്കി ഘോഷയാത്ര വരുന്ന സാഹചര്യത്തിലാണ് 11 മണിക്ക് മുൻപ് ഈ നിലയ്ക്കലിൽ എത്തുന്ന വാഹനങ്ങൾ മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം ഒരു കർശന നിയന്ത്രണം ഉണ്ടാകും ഈ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി. ഈ നിർദ്ദേശം നേരത്തെ വന്നതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് കുറഞ്ഞത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പറയുന്നത്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇത്തവണയുണ്ട്. പ്രത്യേകിച്ചും എരുമേലിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഒരു പ്രധാന ഇടത്താവളമാണ്. ഇവിടെ വന്ന് വാവർസ്വാമിയെ വണങ്ങി അവർ പേട്ടതുള്ളിയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അയ്യപ്പ ഭക്തരെല്ലാം കടന്നു പോകുന്ന ഒരു പ്രധാന ഒരു പാതയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ തിരക്ക് ഉണ്ട്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു അല്പം ഒരു ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 11 മണിയോടുകൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഭക്തർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ ഈ നിലയ്ക്കലിൽ എത്താനുള്ള ശ്രമങ്ങൾ പല ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പോലീസ് കർശന നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഈ തങ്കയങ്കി ഘോഷയാത്ര വരുമ്പോൾ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഭക്തർ അവിടേക്ക് എത്തും. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ ആണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.